വയനാട് വാഗേരിയിൽ നിന്ന് പിടികൂടിയ നരഭോജി കടുവയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടന്നത്. 8 സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിരുന്നതിനാലാണ് ശസ്ത്രക്രിയ നടത്തിയത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, നരഭോജി കടുവയ്ക്ക് പിടികൂടുമ്പോൾ തന്നെ ആഴത്തിലുള്ള മുറിവ് മുഖത്തുണ്ടായിരുന്നു. ശസ്ത്രക്രിയ വേണമെന്ന് അന്ന് തന്നെ വെറ്റിനറി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നതാണ്. ഇപ്പോൾ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? രോഹിണി, കടുവയെ പിടികൂടിയ അന്ന് തന്നെ ഈ കടുവയുടെ മുഖത്തുള്ള വലിയ മുറിവിനെ പറ്റി ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. ഈ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമ്പോൾ തന്നെ കടുവയ്ക്ക് ചികിത്സ നൽകിയിരുന്നു. തുടർന്നാണ് ഈ ഡോക്ടർമാർ കാര്യം വ്യക്തമാക്കുന്നത്. ആഴത്തിലുള്ള മുറിവാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായും ഇതിനൊരു ശസ്ത്രക്രിയ ആവശ്യമാണെന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഈ പുത്തൂരിൽ തന്നെ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിചരണം നൽകിയതും ഈ ശസ്ത്രക്രിയ നടത്തിയതും. എന്തായാലും ശസ്ത്രക്രിയ വിജയകരമെന്നാണ് സുവോളജിക്കൽ പാർക്കിലെ ഡയറക്ടർ ഉൾപ്പെടെ അറിയിക്കുന്നത്. 3 മണിക്കൂർ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു ശസ്ത്രക്രിയ. അതിൽ തന്നെ ഡോക്ടർ ശ്യാം കെ വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. കടുവയുടെ മുഖത്തുള്ള മുറിവ് പൂർണ്ണമായും തുന്നിക്കെട്ടിയിട്ടുണ്ട്. 7 ദിവസം കടുവയെ ഇനി നിരീക്ഷണത്തിൽ വയ്ക്കും. നിലവിലിപ്പോൾ വിശ്രമവേളയിലാണ് കടുവ. 3 മണിക്കൂർ നേരമെടുത്ത ഈ ഒരു ശസ്ത്രക്രിയയിൽ നിരവധി വെറ്റിനറി ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് ഈ സുവോളജിക്കൽ പാർക്ക് അധികൃതരും സഹകരിച്ചു എന്ന് തന്നെ ഈ കീർത്തിയെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കടുവയെ ഇനി മറ്റൊരു അതിഥിയായിട്ടാണ് ഇനി സുവോളജിക്കൽ പാർക്കിൽ. ശരി മനോജ്, ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ശ്രീമതി കീർത്തി ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീമതി കീർത്തി, നരഭോജി കടുവയുടെ മുഖത്ത് ആഴത്തിലുള്ള മുറിവ് പിടികൂടുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉൾവനത്തിൽ മറ്റ് കടുവകളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ഉണ്ടായതായിരിക്കാം എന്നുള്ള നിഗമനത്തിലായിരുന്നു അന്നേ. ഇപ്പോൾ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുകയാണ്. ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആണ്. ഡോക്ടർ ശ്യാം മണുത്തി വെറ്റിനറി കോളേജിലെ സർജറിയുടെ ഹെഡ് ആൻഡ് പ്രൊഫസറിന്റെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. അത് സക്സസ്ഫുൾ ആണ്. ഒരു ടീം തന്നെ, വെറ്റിനറി കോളേജിൽ സ്പെഷ്യലിസ്റ്റ് ടീം തന്നെ വന്നിരുന്നു. അപ്പൊ ആ മുഖത്തിലുള്ള മുറിവെല്ലാം അവർ വൃത്തിയായി ക്ലീൻ ചെയ്ത് പരിശോധിച്ച് അത് സ്റ്റിച്ച് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. അതിന്റെ മുറിവെല്ലാം കൃത്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആരോഗ്യസ്ഥിതി വളരെ നല്ലതാണ് കടുവയുടെ. ഇപ്പം ഒരു 3 മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷമാണ് അത് പൂർത്തിയാക്കിയത്. അപ്പം കടുവ ഓക്കെയാണ്. ശരി, വളരെ നന്ദി ശ്രീമതി കീർത്തി പ്രതികരിച്ചതിന്.